ഫൊറിയർ ഇന്റഗ്രൽ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച ഫൊറിയർ സീരീസിൽ നിന്നാണ്. അപ്പൊ ഫൊറിയർ സീരീസ് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനെ സൈനിന്റെയും കൊസൈനിന്റെയും ഒരു പീരിയോഡിക് ഫംഗ്ഷനെ, അത് എടുത്തു പറയണം, ഒരു പീരിയോഡിക് ഫംഗ്ഷനെ സൈനിന്റെയും കൊസൈനിന്റെയും സമ്മേഷൻ സീരീസിലോട്ട് റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ അനലൈസിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. സൈനും കൊസൈനും പീരിയോഡിക് ആയതുകൊണ്ട് തന്നെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ തന്നാൽ അതിന് ഒരു കോംപ്ലക്സ് പീരിയോഡിക് ഫംഗ്ഷൻ തന്നാൽ സൈനിന്റെയും കൊസൈനിന്റെയും ടേമിൽ സ്പ്ലിറ്റ് ചെയ്താൽ അത് എളുപ്പമായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ യൂസ് ചെയ്യുന്നത്. അത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പോലുള്ള മെക്കാനിക്കൽ വൈബ്രേഷൻ നോക്കാനോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ആയിട്ട്. അപ്പോൾ ഇനി എന്തിനാണ് ഫൊറിയർ ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നത് ഫൊറിയർ സീരീസ് ഉള്ളപ്പോൾ? ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞു. ഫൊറിയർ സീരീസ് യൂസ് ചെയ്യുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷനെ നമുക്ക് അനലൈസ് ചെയ്യണം. ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് സിമ്പിൾ ആയിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ സൈനിന്റെയോ കൊസൈനിന്റെയോ കമ്പോണൻസിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാറ് ഫൊറിയർ ഇന്റഗ്രൽ ആണ്. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡെറിവേഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ തന്നിരിക്കുന്നതൊക്കെ ഫൊറിയർ സീരീസിന്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഓക്കെ, ഇതിനെ ഫൊറിയർ കോഎഫിഷ്യൻസ് എന്നാണ് പറയുന്നത്. ഇതതിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫൊറിയർ സീരീസ് ഞാൻ പറഞ്ഞു, ഫൊറിയർ സീരീസ് ഡിസ്ക്രീറ്റ് ആണ്, പക്ഷെ ഫൊറിയർ ഇന്റഗ്രൽ കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആക്കുകയാണ് നമ്മൾ ഈ ഡെറിവേഷനിലൂടെ ചെയ്യുന്നത്. അതായത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഫൊറിയർ സീരീസിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫൊറിയർ ഇന്റഗ്രലിലോട്ടാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത്, നമ്മൾ ഒമേഗ അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി, ആ സിഗ്നലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന്റെ ആംഗുലാർ ഫ്രീക്വൻസിയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ പോരാ, റാൻഡമായിട്ട് ഡിസ്ക്രൈബ് ചെയ്താൽ പോരാ. പക്ഷെ ഇവിടെ ഈ സീരീസിനെ എന്താണോ ഡിസ്ക്രീറ്റ് ആക്കുന്നത് അതിന്റെ ടേമിൽ, ആ ഡിസ്ക്രീറ്റ് ആക്കുന്ന ടേമിന്റെ ഈ സീരീസിനെ എന്താണോ ഡിസ്ക്രീറ്റ് ആക്കുന്നത് ആ ടേമിന്റെ ആംഗുലാർ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചാൽ, ആംഗുലാർ ഫ്രീക്വൻസി അതായത് ഒരു നിശ്ചിത ടൈം പീരീഡിൽ എത്ര ഫുൾ സൈക്കിൾ കവർ ചെയ്തു അതിനാണ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ആംഗുലാർ ഫ്രീക്വൻസി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പൊ എന്താണ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ആംഗുലാർ ഫ്രീക്വൻസി ഒന്നുമില്ല. ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ടൈം പീരീഡിൽ അത് എത്ര ഫുൾ സൈക്കിൾ കവർ ചെയ്തു അതിനാണ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ആംഗുലാർ ഫ്രീക്വൻസിയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് n π/L. L is the period, L is the upper boundary of the function. ഓക്കെ, -L to L ആണ് എക്സ് ഡൊമൈൻ എങ്കിൽ L എന്ന് പറയുന്ന അപ്പർ ബൗണ്ടറി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് n നമുക്ക് എഴുതാമല്ലോ. ഇവിടുത്തെ വേരിയബിൾ എന്താ? ഈ ഫൊറിയർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫൊറിയർ സീരീസിനെ ഡിസ്ക്രീറ്റ് ആക്കുന്നത് n എന്ന വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് n-നെ ഫ്രീക്വൻസിയുടെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി കണ്ടിന്യൂസ് ആണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ω1 = π/L, ω2 = 2π/L, ω3 = 3π/L, അങ്ങനെ ω(n) = nπ/L എന്ന് വരും. അപ്പോൾ അവിടെ ഇനി നമ്മൾ അടുത്തൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡെൽറ്റ ഒമേഗ ആണ്. ഓക്കെ, ഇത്
ഓക്കെ, അതായത് ഒമേഗ പ്ലസ് വൺ മൈനസ് ഒമേഗ എൻ, അതായത് എൻ പ്ലസ് വൺ ടേമിന്റെയും nth ടേമിന്റെയും ഡിഫറൻസ് ആണ് ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒമേഗ ഡെൽറ്റ ഒമേഗ എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത്, പൈ ബൈ എൽ അല്ലേ. അതാണ് അതിന്റെ ഡെറിവേഷൻ. ഡെൽറ്റ ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് ആണ്, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞാൽ ഈ ഡെൽറ്റ അല്ലേ, അതായത് ഇപ്പം എൽ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം വൺ ബൈ ഇൻഫിനിറ്റി എന്താ, വൺ ബൈ ഇൻഫിനിറ്റി സീറോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാത്തമാറ്റിക്സ്. അപ്പം വൺ ബൈ ഇൻഫിനിറ്റി അല്ലെങ്കിൽ പൈ ബൈ എൽ അല്ലേ, അപ്പൊ എൽ ഇൻഫിനിറ്റിയിലോട്ടാവുമ്പോൾ പൈ ഇൻറ്റു വൺ ബൈ ഇൻഫിനിറ്റിയിലോട്ടാവും. അത് എൽ ഇൻഫിനിറ്റിയിലോട്ട് എന്താ, എൽ ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഒമേഗ ഇപ്പൊ എങ്ങോട്ട് ടെൻഡ് ചെയ്യും, സീറോയിലോട്ട് ടെൻഡ് ചെയ്യും. ഓക്കെ, അതായത് പൈ ബൈ എല്ലില് എൽ ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ ഈ പൈ ബൈ എൽ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും, പൈ ബൈ എൽ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യും. ഇപ്പൊ പൈ ബൈ എൽ സീറോ ആയിട്ട് അപ്രോച്ച് ചെയ്താൽ ഡെൽറ്റ ഒമേഗ, അതായത് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി എങ്ങോട്ട് പോകും, സീറോയിലോട്ട് ടെൻഡ് ചെയ്യും. അതായത് ഒരു സിഗ്നൽ അനലൈസ് ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ സൈൻ വേവ് കോസൈൻ വേവിലോട്ട് അനലൈസ് ചെയ്തിട്ടുള്ള കമ്പോണൻസ് എങ്കിൽ ഡെൽറ്റ ഒമേഗ സീറോയിലോട്ട് ടെൻഡ് ചെയ്യണമെന്ന് ഇത് കുറെ കൂടെ ഡെൻസർ ആവും, അതായത് ഇത് ക്ലോസ് ആവും, ഇത് ഒത്തിരി ക്ലോസ് ആവും, ഇത് ഒത്തിരി കംപ്രസ് ആവും, കംപ്രസ് ആയി ഫൈനലി എൽ ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫംഗ്ഷനും അതിന്റെ കൊസൈൻ ടേംസും എല്ലാം കൂടെ മെർജ് ചെയ്ത് എന്തായി മാറും, ആ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് ആയിട്ട് മാറും. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ സമ്മേഷൻ ഈ എൻ എന്ന വേരിയബിൾ ആണ് ഇവിടെ ഈ ഫംഗ്ഷന് അല്ലെങ്കിൽ ആ സീരീസിനെ ഡിസ്ക്രീറ്റ് ആക്കുന്നത്. അപ്പൊ ആ എൻ എന്ന വേരിയബിളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കണ്ടിന്യൂസ് ആക്കി മാറ്റണം. പക്ഷെ എൻ എന്ന വേരിയബിൾ നമുക്ക് കണ്ടിന്യൂസ് ആക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഫ്രീക്വൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എൻ എന്ന് പറയുന്നത് ഒമേഗ എൽ ബൈ പൈ ആണ്, നമുക്ക് ആ ഫോർമുലയിൽ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡി എൻ എന്ന് പറയുന്നത് ഡി ഒമേഗ ഇൻറ്റു എൽ ബൈ പൈ അല്ലേ. ഡി ഒമേഗ എന്ന് പറയുന്നത് ഡി ഒമേഗ, അതാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ടേമിനെ സക്സസ്ഫുള്ളി ഫ്രീക്വൻസിയിലോട്ട് മാറ്റി കഴിഞ്ഞു. അതായത് എൻ എന്ന വേരിയബിളിൽ നിന്ന്, എൻ എന്ന ഡിസ്ക്രീറ്റ് വേരിയബിളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലോട്ട് മാറി. ഫ്രീക്വൻസിയിലോട്ട് മാറിയപ്പോൾ തന്നെ അതിന്റെ ലിമിറ്റും മാറി, സീറോ ടു ഇൻഫിനിറ്റി ആയി. എന്നിലായിരുന്നപ്പോൾ അത് 1 to ഇൻഫിനിറ്റി ആയിരുന്നു, അതിപ്പോ 0 to ഇൻഫിനിറ്റി ആയി മാറി. അങ്ങനെ ഫൊറിയർ സീരീസ് ഫൊറിയർ ഇന്റഗ്രൽ ആയിട്ട് മാറും. ഫൊറിയർ ഇന്റഗ്രലിന്റെ കോഎഫിഷ്യൻസിന്റെ ഫോർമുലയാണ് തന്നിട്ടുള്ളത്. എ ഒമേഗ എന്ന് പറയുമ്പോൾ 1/π ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അതുപോലെ തന്നെയാണ് ബി ഒമേഗയിൽ സൈൻ ഒമേഗ എക്സ് ആണ്. At last we will get the Fourier integral as here. This is the Fourier integral. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഫൊറിയർ ഇന്റഗ്രലിനെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോൾവ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.